വൈശാഖ പുണ്യം ഒരിറ്റു നുകരാൻ സാധിച്ച ഒരു ഗുരുവായൂരപ്പ ദർശനം മഞ്ജു ചേച്ചി നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് അയച്ചതെന്നാണ്. അത് അതേ ഫീലിങ്ങിൽ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമാവും. കേട്ടു നോക്കിയാലോ. ഗുരുവായൂരപ്പനെ വൈശാഖ കാലത്ത് ദർശനം നടത്തുന്നത് അതിവിശിഷ്ടമാണെന്ന് നമുക്ക് ഏവർക്കും അറിയാവുന്നതാണല്ലോ. അങ്ങനെ ഈ കാലത്ത് കണ്ണനെ ഒന്ന് പോയി കാണാൻ എനിക്കും അടക്കാനാവാത്ത മോഹം തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. വെക്കേഷൻ കാലം കൂടിയാവുമ്പോഴുള്ള തിരക്ക് ആലോചിച്ച് ആ മോഹം അങ്ങനെ അടക്കി വെച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ത്രിമധുരം എന്ന വാട്സപ്പ് കൂട്ടായ്മ വഴി കിട്ടിയ വിലമതിക്കാനാവാത്ത കുറച്ച് നിധി പോലെയുള്ള സൗഹൃദങ്ങളിൽ ഒരാളായ ഗിരിജ ചേച്ചി ഗിരിജാവർമ്മ കണ്ണനെ കാണാൻ വരുന്നതായിട്ട് പറഞ്ഞത്. ഗിരിജ ചേച്ചി രണ്ടാമത്തെ പ്രാവശ്യമാണ് വൈശാഖത്തിൽ കണ്ണന്റെ അടുത്ത് വരുന്നത്. മെയ് 11 മുതൽ 14 വരെ അവരവിടെയുണ്ട്. ചേച്ചിക്ക് പരിചയത്തിലെ ആൾക്കാരുള്ളതിനാൽ കണ്ണനെ കാണാൻ പാസ് കിട്ടും. എൻ്റെ ഈ മോഹമറിഞ്ഞു വരുന്ന വരവറിയിച്ച് എന്നെയും വിളിച്ചു. അങ്ങനെ കഴിഞ്ഞ ദിവസം മെയ് 13 ചൊവ്വാഴ്ച ഞാനും പോയി കണ്ണനെ കാണാൻ. ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തിൽ ഭഗവാനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ വരാറുള്ളൂ. വീട്ടുവിശേഷങ്ങളൊന്നും കാര്യമായിട്ട് ഇപ്പോഴും പരസ്പരം അറിയില്ല. ഫോട്ടോകൾ കൈമാറിയിട്ടുമില്ല. എൻ്റെ ഡി പിയിൽ ഒരു ഇരുണ്ട ബാക്ക്ഗ്രൗണ്ടിലാണെങ്കിലും ഫോട്ടോ ഉണ്ട്. പക്ഷേ ഗിരിജ ചേച്ചിയുടെ ഡി പി ഒരു ചെറിയ കുട്ടിയുടേതാണ്. പേരക്കുട്ടിയുടേതാവും. പക്ഷേ പണ്ടെന്നോ ഒരിക്കൽ ഡി പിയിൽ ഫോട്ടോ ഇട്ടിരുന്നത് കണ്ട ഒരു നേരിയ ഓർമ്മയുണ്ട്. ആ ഭാവനയിൽ ചേച്ചിക്ക് ഞാനൊരു രൂപം കൊടുത്തു. ഗിരിജ ചേച്ചി ഒന്നുകിൽ ഭഗവതിയുടെ മുമ്പിൽ അല്ലെങ്കിൽ കൂത്തമ്പലത്തിനടുത്തിരുന്ന് നാമം ജപിക്കുന്നുണ്ടാവുമെന്നാണ് പറഞ്ഞിരുന്നത്. ഫോണ് കയ്യിൽ വെച്ചാൽ അമ്പലത്തിനകത്ത് പോകാൻ തടസ്സമാവുമെന്ന് പറഞ്ഞ് ഫോൺ എടുക്കാതെയാണ് ഞാൻ പുറപ്പെട്ടത്. അച്ഛന് വേവലാതി തുടങ്ങി. ഒരു പരിചയവുമില്ലാതെ നിങ്ങൾ എങ്ങനെ ഈ തിരക്കിൽ തിരിച്ചറിയും? അപ്പോഴാണ് സംഗതിയുടെ ഗൗരവം എനിക്ക് കത്തിയത്. എനിക്ക് നല്ലവണ്ണം പരിചയമുള്ള ഒരാളുണ്ട് അവിടെ. എല്ലാത്തിനും ഒരു പരിഹാരം കാണാൻ കഴിവുള്ള ഒരാളെന്ന് ഉത്തരം കൊടുത്ത് രണ്ടും കൽപ്പിച്ച് ഞാൻ ഇറങ്ങി. ഒന്ന് തീരുമാനിച്ചാൽ പിന്നെ അതിൽ നിന്നും പിന്നോട്ടില്ല എന്ന വളരെ നല്ല കയ്യിലിരിപ്പ് കാരണം അച്ഛനും നല്ല പാതിയും വേവലാതികൾ ഉള്ളിലൊതുക്കിയിരിക്കും. പറഞ്ഞ പോലെ ഞാൻ 10:30 കഴിഞ്ഞതും അമ്പലത്തിന് അകത്തെത്തി. ആദ്യം ഇടത്തരികത്ത് കാവില് ഭജന ചൊല്ലുന്നവരുടെ ഇടയിൽ ഞാനൊന്ന് നോക്കി. എൻ്റെ ഭാവനയിലുള്ള ഒരു മുഖവുമില്ല അവിടെ. ഉടനെ മനസ്സിന് കടിഞ്ഞാണിട്ടു. കണ്ണനല്ലേ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്? അല്ലെങ്കിൽ ആ അല്പസ്വരത്തിൽ ആ കുറുമ്പൻ എന്നെ ഇച്ഛ വരപ്പിക്കില്ലേ? ഉടനെ കിഴക്കേ നടയിലെത്തി. കൊടിമരത്തിനടുത്ത് നിന്ന് വിളക്ക് കണ്ടു തൊഴുത് ചുറ്റമ്പലത്തിലൂടെ ഒരു പ്രദക്ഷിണം വെക്കാൻ തീരുമാനിച്ചു. കൂത്തമ്പലത്തിനടുത്തെത്തിയപ്പോൾ എൻ്റെ ഭാവനയിലുള്ള ഒരു മുഖം അവിടെ കണ്ടു. പക്ഷേ നിന്നില്ല. പ്രദക്ഷിണം മുഴുവനാക്കി. പിന്നീട് മെല്ലെ ഞാൻ ആ മുഖം ലക്ഷ്യമാക്കി നടന്നു. ഗിരിജ ചേച്ചി എന്നെ ചൂണ്ടി മഞ്ജു എന്ന് സംശയത്തോടെ പറഞ്ഞു. ഞാൻ അന്തം വിട്ടു നിന്നുപോയി. ഞങ്ങൾ പരസ്പരം ഈ തിക്കിലും തിരക്കിലും എങ്ങനെ ഇത്ര വേഗം തിരിച്ചറിഞ്ഞുവെന്ന് ഗുരുവായൂരപ്പന് മാത്രമേ അറിയുള്ളൂ. പിന്നെ പരസ്പരം ഒന്നും സംസാരിച്ചില്ല. നമുക്ക് ഭഗവതിയുടെ മുന്നിൽ പോയി ജപിക്കാമെന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് ഞങ്ങൾ കുറേ നേരം നാമം ചൊല്ലി. ഞാൻ നാരായണീയം എടുത്തിരുന്നു. 10-12 ദശകങ്ങൾ വായിച്ചപ്പോൾ ഒരു മോഹം ആധ്യാത്മിക ഹാളിൽ ഭാഗവത സപ്താഹം ഉണ്ടാവില്ലേ എന്ന്. ഗുരുജ ചേച്ചിയോട് സമ്മതം ചോദിച്ചു. പോയി കേട്ടോളാൻ പറഞ്ഞു. ആദ്യമായ ജീവിതത്തിൽ വേവലാതികളില്ലാതെ ഈ അനുഭവങ്ങൾ നുണയുന്ന നിർവൃതിയിൽ ഞാൻ വേറെ ഏതോ ലോകത്തെത്തിയ പോലെയായി. അവിടെ ചെന്നപ്പോൾ പരിചയമില്ലാത്ത ഒരു ആചാര്യനാണ്. തൃതീയ സ്കന്ധം 1, 2, 3 അധ്യായങ്ങൾ കൂട്ടത്തിൽ വായിച്ചു. പ്രഭാഷണം കേട്ടു. വിതുരരുടെയും വിതുരപത്നിയുടെയും ഭക്തിയെപ്പറ്റി വർണ്ണിച്ച ആചാര്യൻ ഉത്തമ ഭക്തിയെപ്പറ്റി, ഭക്തലക്ഷണത്തെപ്പറ്റി, ജീവിതത്തിൽ ഡിറ്റാച്ച്മെന്റ് വരേണ്ടതിനെ പറ്റിയൊക്കെ പ്രതിപാദിച്ചു. എനിക്കായി പല ഉത്തരങ്ങളും കാത്തുവെച്ച് അവസരോചിതമായി പറഞ്ഞത് കേട്ടപ്പോൾ സന്തോഷാശ്രുക്കൾ നിയന്ത്രിക്കാൻ പറ്റിയില്ല. ഒരു ഭാഗവത ഗ്രന്ഥം ആളില്ലാതെ ഇരിക്കുന്നത് വായിക്കാനായിട്ട് എടുത്തപ്പോൾ കാവ്യ വസ്ത്രമിട്ട ഒരു ഗോപിക വന്ന് വായിക്കുന്ന ഭാഗം എനിക്ക് കാണിച്ചു തന്നു. അങ്ങനെ ദിവ്യാനുഭൂതിയിൽ ഇരിക്കുമ്പോഴത് അനൗൺസ്മെന്റ്. ഉച്ചപൂജ കഴിഞ്ഞ് നട തുറന്നിരിക്കുന്നു. അപ്പോഴേക്കും ഗിരിജ ചേച്ചി തൊഴാൻ പോവാനായിട്ട് വന്ന് വിളിച്ചു. ആ അന്തരീക്ഷത്തിൽ നിന്ന് പോവാൻ തോന്നിയില്ലെങ്കിലും നമസ്കരിച്ചെണീറ്റപ്പോൾ ആചാര്യന്റെ വക ഹൃദ്യമായി കീർത്തനാലാപനം കല്ലുവേണോ കീർത്തനം കൂട്ടത്തിൽ ചൊല്ലിക്കൊണ്ട് തൊഴാനായി എഴുന്നേറ്റു. അവിടെ വെച്ച് ഗിരിജ ചേച്ചിയുടെ നല്ല പാതിയെ കണ്ടു, പരിചയപ്പെട്ടു. ഞങ്ങൾ 3 ആളും 10-15 മിനിറ്റോളം വരി നിന്നപ്പോഴേക്കും പ്രധാന കവാടത്തിലെത്തി. അങ്ങ് ദൂരെ അതാ കണ്ണൻ തന്റെ പ്രിയപ്പെട്ട ആരോ ഭക്തരെയും കാത്ത് പുഞ്ചിരി തൂങ്ങി നിൽക്കുന്നു. തൃക്കാൽ രണ്ടും പിണച്ച തിരുമുഖ കമലം ദക്ഷിണയെ ചായ്ച്ചുവെച്ചും തൃക്കൈയിൽ കാഞ്ചനോടക്കുഴിലും അഥാ പിടിച്ചൂതി മന്ദം ഹസിച്ചും അങ്ങനെ അതാ വേണുഗാനം പൊഴിച്ചു നിൽക്കുന്നു. ഗോപികമാരെ മാത്രമല്ല ആരെയും തന്നിലേക്ക് കാന്തം പോലെ ആകർഷിക്കാൻ പ്രാപ്തമായ ആ ദിവ്യ കൈശോര രൂപം കൺകുളിർക്കെ ഭംഗിയായി കണ്ടു തൊഴുതു. പ്രസാദം വാങ്ങി കൊയ്മയെ കണ്ടു. അവിടെ നിന്നും ദക്ഷിണ കൊടുത്ത് ആ പ്രസാദവും വാങ്ങി മനസ്സ് നിറഞ്ഞ് വടക്കേ നടക്കിയിലെത്തിയപ്പോൾ ഗിരിജ ചേച്ചിയുടെ ചോദ്യം, കണ്ണന്റെ പ്രസാദം ഊട്ട് കഴിക്കണ്ടേ, വരി നിൽക്കണ്ടേ? കാര്യമോർത്ത് വേണ്ട എന്ന് മനസ്സോടെ പറഞ്ഞപ്പോൾ, വേണ്ട വരി നിൽക്കണ്ട, നമുക്ക് 3 ആൾക്കുള്ള പാസുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്കുണ്ടായ ഒരു സന്തോഷത്തിന് കണക്കില്ല.
ഹരേ കൃഷ്ണ. അങ്ങനെ വയറിനേക്കാൾ മനസ്സ് നിറഞ്ഞ് ഹാളിൽ നിന്ന് പുറത്തിറങ്ങി. മഞ്ജു നാരായണാലയത്തിൽ പോയിട്ടുണ്ടോ എന്ന ചോദ്യമായി ഗിരിജ ചേച്ചി. അങ്ങനെ എന്നെ ആദ്യമായി അവിടെ കൊണ്ടുപോയി പൂന്താനം പൂജിച്ച വിഗ്രഹം കാണിച്ചു തന്നു. ഏറെക്കാലമായ ആ ആഗ്രഹവും അങ്ങനെ നടന്നു. കണ്ണന്റെ കാര്യങ്ങളും പറഞ്ഞ് ഞങ്ങൾ കിഴക്കേ നടയിലൂടെ ഗിരിജ ചേച്ചി താമസിച്ച ഗോപിക റെസിഡൻസിക്ക് മുന്നിലെത്തി. റൂമിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിച്ചെങ്കിലും ഉച്ചയ്ക്ക് ഈ ചൂടിൽ അവർക്ക് വിശ്രമിക്കേണ്ട സമയത്ത് ബുദ്ധിമുട്ടിക്കാതെ ഞാൻ മടങ്ങി. ഗിരിജ ചേച്ചിയുടെ ആ സ്നേഹം അത് സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ സ്നേഹമായി കണക്കാക്കി അവർക്ക് രണ്ടാർക്കും ആയുരാരോഗ്യ സൗഖ്യം കൊടുക്കാൻ കണ്ണനോട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു. മനസ്സിലൊതുക്കാൻ പറ്റാത്ത സന്തോഷത്തോടെ പല പ്രാവശ്യം തിരിഞ്ഞു നോക്കി കണ്ണനോട് യാത്ര പറയുമ്പോൾ സമ്മിശ്ര വികാരത്താൽ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ഈയുള്ളവളുടെ ഈ അനുഭവം ആസ്വദിച്ച എല്ലാവർക്കും ഇതിലും നല്ലതായി കണ്ണന്റെ കരസ്പർശം ആസ്വദിക്കാനാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ അക്ഷരപ്പൂക്കൾ പൊന്നു ഗുരുവായൂരപ്പന്റെ തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു, രാധാകൃഷ്ണാർപ്പണമസ്തു. മഞ്ജു ചേച്ചിക്ക് നന്ദി. അനുഭവങ്ങൾ അങ്ങനെയാണ്. അനുഭവങ്ങൾ ഒരു മഴ പോലെ പെയ്തിറങ്ങിക്കൊണ്ടേയിരിക്കും. കേൾക്കാനായി നമ്മളും മനസ്സുകൊണ്ട് തയ്യാറാവുക. ഹരേ കൃഷ്ണ.